കേസ് കൊടുക്കാൻ പറ്റും. കേസ് കൊടുക്കാം. കേസ് കൊടുക്കാം. അല്ല ഞങ്ങള് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഞങ്ങളെ കണ്ട് എനിക്ക് റമീഷ പറയാ എനിക്ക് കുട്ടീനെ ഇഷ്ടമായി, ആൾക്ക് ഈ കുട്ടീനെ ഇഷ്ടമായി. ഇവിടെ ഗേൾസ് ആണെന്ന് വെച്ചിട്ട് എന്തോ എങ്ങനെയും പറയാന്നുള്ള ഒരു ലെവലില് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇവർക്കൊരു വിചാരമുണ്ട്, പിള്ളേർക്കൊരു വിചാരമുണ്ട്, എന്തോ ആവാ, എന്ത് കഴിഞ്ഞാലും കേസ് കൊടുക്കുക, അതാണ് ഇപ്പൊ തന്നെ. നിങ്ങൾ എന്താ ചെയ്യ്, ഞങ്ങള് വീഡിയോ ഇട്ടോണ്ട് ഞങ്ങൾ എന്താ ചെയ്യ്. ശരി വാടാ. ഡിലീറ്റ് ആയിക്കോ. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലാണുള്ളത്. ഫാരിസും റമീസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫാരിസിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഫാരിസിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഫാരിസിന് ഒരു കിടിലൻ പ്രാങ്ക് എന്തെങ്കിലും കൊടുക്കണം. കോൾ വരുന്നുണ്ട്, റമീസ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ 2 പെൺപിള്ളേർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ തന്നെ എന്നെ സ്പോട്ട് ചെയ്ത് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോക്കിയാണ്. അപ്പോൾ ഞാൻ അവരെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ നോർമലി പ്രാങ്ക് എടുക്കാൻ വേണ്ടി പോണ പോലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് ആ പെൺപിള്ളേരെ അടുത്ത് പോകും. എന്നിട്ട് അവർക്കത് ഇഷ്ടപ്പെടാതെ ഞങ്ങളോട് വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറയും. അങ്ങനെ ഒരു സ്കീമിലാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതാ റൗണ്ടിലുണ്ട്. ഞാൻ ഈ ബ്രോയുടെ കൂടെ പോയിട്ട് കമ്മ്യൂണിറ്റി അങ്ങനെ സീനാക്കാൻ വേണ്ടി പോവാണ്. അടിപൊളിയായിട്ട് ഭയങ്കര ഹാപ്പിയിലാണ് ഫാരിസായിട്ട് ഇരിക്കുന്നുണ്ട്. ഹായ്, എന്താ പേര്? നന്ദന. അരുണിമ. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഞങ്ങളെ കണ്ട് എനിക്ക് റമീഷ പറയാ എനിക്ക് കുട്ടീനെ ഇഷ്ടമായി, ആൾക്ക് ഈ കുട്ടീനെ ഇഷ്ടമായി. മനസ്സിലായ? അങ്ങനല്ല, ഞാനതല്ല. ഇവനിപ്പോ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരിക. അപ്പോ സോറി, ഇഷ്ടപ്പെട്ടില്ലേ? നമ്മള് എന്ത് ചെയ്യണം? എവിടെ പഠിക്കണം? ഞങ്ങള് ഇവിടെ കൊറേ പേരെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തില്. നിങ്ങൾ അങ്ങനെ കൂട്ടത്തില് ഇത് പോണായ കാരണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്താണ്. പറഞ്ഞിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനല്ല, നമ്മളത് എന്ത് ചെയ്യും? അല്ല, അത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഞങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. വെറുതെ എന്തിനാ ഫാരിസ ഇങ്ങോട്ട് വരാൻ പറയാം. അവർക്ക് ഓക്കെ അല്ല ചേട്ടാ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ട. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഗേൾസ് അല്ലേ, ചിലവർക്കല്ലേ ഇഷ്ടമുണ്ടാവുള്ളൂ. എന്നാലും ഒന്ന് പറയായിരുന്നു. ഞങ്ങൾക്ക് ഈ ചേട്ടൻ കണ്ടപ്പോ തോന്നി പക്ഷെ ഡിലീറ്റ് ആയിക്കോ. എന്തായാലും പറഞ്ഞിട്ട് എടുക്കണം. അത്ര ഞങ്ങൾ പറഞ്ഞു. താല്പര്യമില്ല വീഡിയോസ്. ഞങ്ങള് പറഞ്ഞല്ലേ വീഡിയോ ഡിലീറ്റ് ആക്കാൻ. നിങ്ങൾ തന്നെ ചെയ്തു. വീഡിയോസ് ഒക്കെ കാണാനല്ലേ? അതുകൊണ്ടാ പറഞ്ഞു. എനിക്ക് അത്ര താല്പര്യം ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ അല്ല, നിങ്ങള് മോശം വിചാരിക്കല്ല. നമ്മള് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? നമ്മളിപ്പോ ഒരുപാട് വീഡിയോസ് നമ്മൾ എടുക്കാറുണ്ട്. ശരി, ആയിക്കോട്ടെ. പക്ഷേ ഇയാളെങ്ങനെ ചൂടാവുന്ന ആവശ്യമില്ല. അയാള് മോശമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രൈവസി പറഞ്ഞ പുള്ളിക്കാരന് തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്ക് പറയാം. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ക്യാമറ എടുക്കുന്നുണ്ടോ അത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാൽ അത് കഴിഞ്ഞു. ഇതിന് ഇത്രയും വലിയൊരു സംഭവമാക്കിയിട്ട് വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവണ്ട? ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ്. വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്ന് വീഡിയോസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വരില്ല. അത് ഞാൻ പറഞ്ഞു.
ഫാരിസ് ഡിലീറ്റ് ആക്കിയില്ലേ? നമ്മൾ ഡിലീറ്റ് ആക്കും, പക്ഷെ മോശം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മള് തൃശ്ശൂർ വന്നിട്ട് ആദ്യമായിട്ട് നല്ല വീഡിയോ നമുക്ക് ഇഷ്ടം. ഈ പ്രാങ്ക് വീഡിയോസ് ഒക്കെ എനിക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ ചേട്ടന് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടേ. ഞങ്ങൾ ചെയ്ത പ്രാങ്ക് അല്ലല്ലോ, ആൾക്ക് ഇഷ്ടമായ കൊണ്ട് മാത്രം. അല്ല നമ്മളിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇത് ഈ സംഭവം. അതെ, സോറി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു നിങ്ങൾ വീട് എവിടെ? അത്താണി പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാലും ഓക്കെ ശരി കേട്ടോ. ബോയ്സിന്റെ പോലെയല്ല, ഗേൾസാണ്. ഈ ഗേൾസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇതൊന്നും ഉണ്ടാവില്ല, പിന്നെ ആകെ ഇത് എടുത്തിടാൻ കുറേ എണ്ണം ഉണ്ടാവും. രമേശ വാ പോവാ. സീനായിരുന്നു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവൂലടാ. രമേശ വാ. ഹലോ പറയൂ. അതൊക്കെ കണ്ട് പുറത്താൻ പറയണമെന്നുണ്ട്. എന്ത്? അത് കണ്ടോ അതെ ഞാൻ വിളിക്കാം. പറയണ്ട, വെറുതെ ഇതാക്കി കളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ല സംഭവം വീഡിയോ രണ്ട് വർത്താനം എന്തെങ്കിലും പറയാടാ. അല്ല അതല്ല, അത് പിന്നെ റമീഷോട് ഒരു വർത്താനം പറഞ്ഞവര് എന്ത് അതൊക്കെ ഇഷ്ടായില്ല. പെണ്ണുങ്ങളാന്ന് വിചാരിച്ചിട്ട് ഇമാതിരി ഒരു എന്താ ഈ ചേട്ടൻ പറഞ്ഞു വീഡിയോ കൊള്ളാച്ചിടാണ്. അപ്പൊ അങ്ങനെ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അല്ല ചേട്ടൻ പറഞ്ഞു വീഡിയോ അല്ല അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് നമ്മൾ മോശമായിട്ട് ഒന്നും സംസാരിച്ചില്ലല്ലോ. അല്ല, നമ്മൾ മോശമായിട്ട് ഒന്നും സംസാരിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല പറഞ്ഞപ്പോ നമ്മള് ഇടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വീഡിയോ കുഴപ്പമില്ലല്ലോ, ഇട്ടുകൂടെ? എന്താ പ്രശ്നം? അല്ല അല്ലപ്പോ നിങ്ങൾ കംപ്ലൈന്റ് അങ്ങനല്ല, ഞങ്ങള് കംപ്ലൈന്റ് ആക്കുന്നൊക്കെ പറഞ്ഞ ഡിലീറ്റ് ചെയ്തു. പ്രശ്നം അല്ല, നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണാറില്ല. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, അവര് കംപ്ലൈന്റ് ചെയ്യാ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ എന്തായാലും ഒരു കാര്യം പറയട്ടെ, ബ്ലർ ചെയ്തൂടെ? ബ്ലർ ചെയ്യാൻ പറ്റും? അല്ല, ബ്ലർ ചെയ്തൂടെ നിങ്ങളെ മുഖം? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങൾ ഒന്നുകൂടി വന്ന് വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് ഓക്കെ ആവോ? നിങ്ങളെ സ്ഥലം എവിടെ? നിങ്ങള് അല്ല, സംഭവം നിങ്ങൾ ഗേൾസ് ആണ്. ഇപ്പൊ ഗേൾസ് ആണ് നിങ്ങൾ സമ്മതിച്ചു, പക്ഷെ ഇവിടെ ഗേൾസ് ആണെന്ന് വെച്ചിട്ട് എന്തോ എങ്ങനെയും പറയാന്നുള്ള ഒരു ലെവലില് വേണ്ട. കാരണം നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മുടെ ഫീൽഡിലല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഒരു അവിടെ കഴിഞ്ഞ അവസാനിച്ചു, പിന്നെ ഞാൻ അവിടെ പോകുമ്പോ നിങ്ങള് കേസ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ അല്ല നല്ലതാണ്. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ ഡയലോഗ് എന്താ? നിങ്ങൾ കേസ് കൊടുക്കുന്നതാണ് ആദ്യം തന്നെ പറഞ്ഞത്. അല്ല, ഡിലീറ്റ് ചെയ്തിട്ട് അവർക്ക് കേസ് കൊടുക്കാൻ. അല്ല, എന്ത് പറഞ്ഞാലും ആദ്യം തന്നെ കേസ് കൊടുക്കുമെന്ന് പറയണ ആ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും നല്ല വീഡിയോ ഞങ്ങൾ ഇടും, നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. അല്ല, കേസ് കൊടുക്കാൻ പറ്റും, നിങ്ങൾ കേസ് കൊടുക്കാം. ഡിവൈഎസ്പി അല്ലെങ്കിൽ ആർക്കൊക്കെ കേസ് കൊടുക്കാം. അല്ല ഞങ്ങള് ഇടുകയാണെങ്കിൽ കിട്ടോ വീഡിയോ? അല്ല, ഞങ്ങള് അങ്ങനൊന്നുമില്ല, ഞങ്ങള് ഒരു ടീമാണ്. ഞങ്ങൾക്കത് വിഷയമല്ല, അത് വിട്. സേഫ്റ്റിക്ക് ഒരു വീഡിയോ എടുത്ത് വെക്കായിരുന്നു. എനിക്ക് കേസ് കൊടുക്കൂ? റെക്കോർഡാക്കി, എന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. പ്രശ്നമാവോ എന്റെ? അതെ, പ്രശ്നമാക്കരുത്. ഞങ്ങള് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവരിപ്പോ ഈ വർത്താനം പറയേണ്ട ആവശ്യമില്ല. കാരണം
അതല്ല ഒരു കാര്യം അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് നിങ്ങളിപ്പോ ഇതിൽ കൂടെ ഒക്കെ പോണതല്ലേ ഇവിടെ എത്ര CCTV ക്യാമറ ഉണ്ട് ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ കൊടുക്കാൻ നേരം ഉണ്ടാവും ചേട്ടാ CCTV ക്യാമറ പോലെയാണോ വീഡിയോ എടുക്കുന്നത്? ഞാൻ നിങ്ങളെ വീഡിയോ വന്നിട്ട് ഇങ്ങനെ എടുത്താ ഇല്ലല്ലോ ഞങ്ങൾക്കറിയാലോ ഈ ചേട്ടൻ ക്യാമറ. ആ ചേട്ടനെ അറിവില്ലായ്മ അല്ല സോറി എന്താ പേര്? അതല്ല എന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ ഒരു കാര്യം ഞങ്ങള് വീഡിയോ എടുക്കാറ്. അല്ല അവൻ 90% അവനെ തന്നെ ഞങ്ങള് വീഡിയോ ഇടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കേസ് കൊടുക്കുന്നുള്ളൊരു വർത്താനം പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓക്കെ അങ്ങനെ പറഞ്ഞു. ഓക്കെ ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. നമ്മള് ആരും പെർമിഷൻ ഇല്ലാതെ വീഡിയോ ഇടാറില്ല. പക്ഷെ അങ്ങനല്ല വീഡിയോ എടുത്തു. ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടല്ല എടുത്തു. എനിക്കറിയില്ല ഇവിടെ നിങ്ങൾ എന്താ സംസാരിക്കുന്നത് എനിക്കറിയില്ല. അവിടെ ഓക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ പിന്നെ കേസില്ല ഒന്നുമില്ല. പരിപാടി കഴിഞ്ഞു. അല്ല ഞാൻ നിങ്ങൾ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലടാ. സംഭവം എന്താ വെച്ചാലേ ഇവർക്കൊരു വിചാരമുണ്ട്. പെൺപിള്ളേർക്കൊരു വിചാരമുണ്ട്. എന്തോ ആവാ എന്ത് കഴിഞ്ഞാലും കേസ് കൊടുക്കുക. അതാണ് ഇതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്താ ചെയ്യ്. ഞങ്ങള് വീഡിയോ ഇട്ടോണ്ട് ഞങ്ങൾ എന്താ ചെയ്യ്. ശരി എന്താ ചെയ്യ്. അല്ല പറ്റില്ല. വേറെ വീഡിയോ എന്തായാലും ഇടണം. പോടാ ഇവിടെ എന്താ ചെയ്തോ കാണാട്ടാ. അത്ര വലിയൊരു ഇതാ അല്ല വീഡിയോ ഇല്ല പറ്റില്ല. ഇത് മാത്രല്ലേ ഞാൻ ഇവിടെയും വീഡിയോ എടുത്തിട്ടുണ്ട്. അവര് അത്ര ഇതാക്കാണെങ്കി കാണണല്ലോ. ഫാരിസ് പറയും റമീഷ് പറയും വീഡിയോ എന്താ വേണ്ടത്. വീഡിയോ പോസ്റ്റ് ചെയ്യും. എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ. കിളികിടി വർത്താനൊന്നും ആവില്ല. രമീഷാട് പറയാനുള്ള വീഡിയോ ഇതിൽ പറയല്ലേ. ഞാൻ പറയട്ടെ റമീഷാന്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഫാമിലിനൊന്നും ശരി അതവിടെ അവസാനിച്ച് പിന്നെ ഡയലോഗ് അതിന് മാപ്പ് പറയണം. അതിന് മാപ്പ് പറയട്ടെ. ഓക്കെ പറഞ്ഞു തീർച്ചു. അതിൽ കിടന്നിട്ട് പിന്നെ ഇപ്പൊ കിടന്ന് അല്ല അങ്ങനത്തെ അത് ഓക്കെ കഴിഞ്ഞു. വായോ ഞാൻ ഇതില് വീഡിയോ എടുത്തിട്ടുണ്ട്. അവരോടൊന്ന് പറയട്ടെ. ഞാൻ ഇതില് വീഡിയോ എടുത്തിട്ടുണ്ട്. എടാ ഞാൻ ഇതില് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതെ നിങ്ങള് എന്ത് വേണേലും ചെയ്തോ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇതില് വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ സംസാരിച്ചതും എല്ലാം ഇതിലുണ്ട്. ഫാരിസ ആ വീഡിയോ ഡിലീറ്റ് ആക്കി ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഞങ്ങൾ ഇത് കണ്ടില്ലേ ഇതില് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചൊക്കെ ഉണ്ട്. ഞങ്ങളോട് ഞങ്ങളെ ഈ റമീഷാനെ നിങ്ങളൊരു ഡയലോഗ് പറഞ്ഞു. അത് ഭയങ്കര വളരെ മോശമായിട്ടുള്ള ഡയലോഗ് പറഞ്ഞു. അത് മാത്രം ഫാരിസ് എനിക്ക് അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇവര് പെമ്പിളേരാന്ന് വിചാരിച്ചിട്ട് എന്താ പറഞ്ഞു കൊടുക്ക്. ഫസ്റ്റ് തന്നെ ആൾക്കാരുണ്ട്. പിന്നെ അതൊക്കെ എന്റെ ഇഷ്ടം. നിങ്ങളെ സ്ഥലം എവിടെ? അത്താണി പറഞ്ഞത് എവിടെ? എന്താ ചെയ്തോ നിങ്ങള് ഇതിന്റെ പേരിൽ ഞങ്ങൾ 10 കൊല്ലം കെടുക്കാനും തയ്യാറാണ്. അതിന് വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഈ എന്തിനാ അവരിതാക്കണത്? ഉള്ളി കിടക്കാൻ പേടിയില്ല. ഉള്ളി കിടക്കാൻ പേടിയില്ല. പിന്നെന്താ വെരി ഗുഡ്.
ചോദിക്കാതില്ല. അല്ല ഞങ്ങളെ പേരിലില്ലേ കേസ്? അല്ല ആളുടെ പേരിൽ കേസ് ഉണ്ടാവില്ല. ആൾക്കാരോടൊക്കെ പോയിട്ട് അല്ല ആളുടെ പേരിൽ കേസ് അവരൊക്കെ എന്താ അങ്ങനെ പ്രാങ്ക് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യുക, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കും അങ്ങനെ വീഡിയോ എടുത്ത്. അപ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഇടരുതിട്ടാന്ന് പറയും നല്ലപോലെ. ഓക്കെ ഇടില്ല. അവരതല്ലേ പറഞ്ഞത്, അവർ കംപ്ലൈന്റ് നിങ്ങള് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞു ഞാൻ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. നിങ്ങളിപ്പോ എന്ത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തല്ല, ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണത്? നമുക്ക് വെറുതെ ഷോ കാണിക്കാം, നിങ്ങൾ വെറുതെ ഷോ കാണിക്കാം, നിങ്ങൾ വെറുതെ ഷോ ആണ്, നിങ്ങൾ വെറുതെ ഷോ ആണ്. കൂടുതൽ വർത്താൻ റമീഷ ഒതുങ്ങ്. ഞാൻ ഒതുങ്ങല്ലേ എന്താ പറഞ്ഞറിയോ? ശരി ഓക്കെ, നമ്മൾ തീരുമാനിച്ചോണ്ട് വീഡിയോ നിങ്ങൾ എന്താ ചെയ്തോ, അവരെന്താ ചെയ്തോട്ടെ. നമുക്ക് സംസാരിച്ചിട്ട് കാര്യം ഇവിടെ എന്താ മറ്റേ എന്ത് പേടി ഞങ്ങൾക്കാ വളവളടിക്കുന്നവര് എന്ത് പേടിയില്ല, ഇക്കൊരു പേടിയൊന്നുമില്ല. പിന്നെ പ്രശ്നം കേസ് കൊടുത്തോ, ഇന്നെ കൊടുത്തോ, ഇന്നെ വേണേ എടുത്തോ. ആ ശരി ട്ടാ, ഓക്കെ. ഞാൻ പോസ്റ്റ് ചെയ്തു. ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആദ്യം ഇവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫാരിസിന്റെ ബർത്ത്ഡേ ആണ് നാളെ, ഫാരിസിന്റെ ബർത്ത്ഡേ ആണ് നാളെ. ഫാരിസിന്റെ ബർത്ത്ഡേ. താങ്ക് യു ഗൈസ്. നമ്മൾ വന്നപ്പോ തന്നെ നിങ്ങള് എന്നെ ഐഡന്റിഫൈ ചെയ്ത് ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്. ഇവന്റെ ബർത്ത്ഡേ ആണ് നാളെ. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഭയങ്കര ഒരു ഹെൽപ്പ് ആയിട്ടാ ചെക്കനെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫാരിസ്? എങ്ങനെയുണ്ട്? വിശ്വസിച്ചാ? പോലീസ് കേസാവതൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞേ ഗേൾസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ ഗേൾസിന്റെ കാര്യല്ലേ നിങ്ങൾ പറഞ്ഞ. ആ ഇപ്പൊ ഗേൾസ് പറഞ്ഞു കഴിഞ്ഞാ എന്ത്? താങ്ക് യു ഗൈസ്. എന്താ പേര്? നന്ദന. അരുണിമ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം നമുക്ക് അടിപൊളി ആവാൻ കാരണം തന്നെ ഇവരാണ്. നിങ്ങൾ എന്താ ചെയ്യണത്? എന്റെ വീഡിയോസ് കാണാറുണ്ട്. നമ്മളുടെ ചാനലിൽ ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം നമ്മളെ ഫാരിസിന്റെ ബർത്ത്ഡേ ആണ് വരാൻ പോണത്, നാളെ. അപ്പൊ ഇന്ന് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്ന് തൃശ്ശൂർ വന്നിട്ട് ഫാരിസിന് പ്രാങ്ക് കൊടുത്തു. ക്യാമറമാന് എന്തായാലും ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അടിപൊളിയായി. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ ഒരു ഹായ് പറഞ്ഞു എല്ലാവരും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ പീസ്. ഒരു വീഡിയോ ഓഫ് ആക്കിയതിനു ശേഷമാണ് വേറെ കൺഫ്യൂഷൻ തീർക്കണത്. എന്തൊക്കെ കൺഫ്യൂഷൻ? ബാക്കിൽ നിന്ന് ഡിലീറ്റ് ആക്കില്ലല്ലോ. ഓ നന്നായി അത്. അപ്പൊ വിചാരിച്ചനാട്ടി അടിപൊളിയായി ഗൈസ്. ഈ ക്യാമറ ഓഫ് ആക്കുമ്പോ മാത്രം സംസാരിക്കില്ലേ? പറയേ ആദ്യം മുതൽ എന്താ വിചാരിച്ച് പറ. ഞാൻ ശരിക്കും ഇഷ്ടായില്ലാന്ന് വിചാരിച്ചു. ഇനി ഇയാളോട് സംസാരിക്കുമ്പോ ഇടക്കിടക്ക് ചിരിക്കും. പക്ഷെ മനസ്സിലായില്ലല്ലോ. ഇല്ല അത് പറ. ഈ ചെങ്ങായി എല്ലായിടത്തും പോയാലും വെറുതെ ഞാന് പതിവില്ല. എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അധികം വളവള അടിക്കാത്താണ്. ഞാനേ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോ ആ ബ്രോയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടാ അവിടെ പോയി എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ ബ്രോയുടെ അടുത്ത് പോയിട്ടാണ് വീഡിയോ എടുത്തത് അല്ലേ? സെറ്റ് ആയപ്പോ പറ.
സീനാവും ഞാനാ കുടുങ്ങുക ക്യാമറമാന്റെ മേലിലാണ് main case ഇവർക്കൊരു പേടിയില്ല കേസ് പറയുമ്പോ പിന്നെ ഞാനും വിചാരിച്ചു ഞാൻ നോർമലി ഇങ്ങനെ അധികം പ്രശ്നത്തിൽ നിൽക്കാറില്ല അല്ലേ? പക്ഷെ ഞാൻ അധികം അതുകൊണ്ട് തന്നെ അധികം ഓവറാക്കാനും പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ ഓവറാക്കി. എന്തായാലും അപ്പൊ പേടിച്ചടാ. ഞാൻ സംഭവം ഞാൻ വിശ്വസിച്ചു. ശരിക്കും നിങ്ങൾ കൊടുക്കും ഇതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല. സന്തോഷമായി. ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ.